ശ്രീ സലിം മടവൂർ മറുപടി. ഇതിൽ ആരും ഈ സംസാരിച്ച ഒരാളും പുതിയ 2024 വഖഫ് നിയമം ഉപയോഗപ്പെടുത്തി എങ്ങനെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞില്ല, ഒരാളും പറഞ്ഞില്ല. അത് ഇതുവരെ പറഞ്ഞില്ല എങ്ങനെ പരിഹരിക്കും. ഒന്നാമത് ഇതുവരെ ആരും പറഞ്ഞില്ല. അതറിയാത്ത എങ്ങനെ, അതായത് ശാശ്വതമായി ആ നിയമം വന്നാൽ ഈ മുനമ്പത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. സലിം മടവൂർ മൂന്ന് പേരും പറയാൻ തയ്യാറാണ്. അല്ല, ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. ഇതുവരെ പറഞ്ഞില്ല എന്നാ പറഞ്ഞത്. ഇതുവരെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വഖഫ് നിയമത്തിൽ, അതായത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, പുതിയ വഖഫ് നിയമത്തിൽ 40ാമത്തെ ആർട്ടിക്കിൾ എടുത്തു കളയുന്നു. എന്നിട്ട് ഈ വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്ക് കൊടുക്കുന്നു. തന്നെയല്ല, വഖഫ് ബോർഡിൽ ഭൂരിഭാഗം വേണ്ടി വന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം ഇതര മതത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്നത്. അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ കലക്ടർക്ക് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വിട്ടു കൊടുക്കുന്നു. ഇനി കലക്ടർ പറയാണ് ഇത് വഖഫ് അല്ല, ഭൂമി വഖഫ് അല്ല. അപ്പോൾ ആരായി ഉടമസ്ഥാവകാശം? ഫറൂഖ് കോളേജിന് ഉടമസ്ഥാവകാശം വരും ഈ മുനമ്പത്തെ പ്രശ്നത്തിന്. അപ്പൊ ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി ഉണ്ടോ? ശ്രീ കെവിൻ പേറ്റർ പറഞ്ഞു അങ്ങനെ ഇല്ലാത്ത ഒരൊറ്റ ഭൂമി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ യാതൊരു ഇവിടെ ഗവൺമെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ സമരം ചെയ്യുന്നവര് കുടികിടപ്പിന് വേണ്ടിയിട്ടാവില്ല, അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയാണ് ആ പാവങ്ങൾ സമരം ചെയ്യുന്നതെന്നാണ് ഞാൻ. അവിടെ അല്ല, എല്ലാവരും വില കൊടുത്തായിരിക്കും. കാരണം 1960 അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണപ്പിള്ളയും അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ കെ ചന്ദ്രശേഖരൻ 60കളിൽ അവിടെ വന്നതായിട്ട് സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സാറാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായപ്പോൾ ആ സമരത്തിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇബ്രാഹിം കുട്ടി, ബാബ തുടങ്ങിയ മുസ്ലിങ്ങളും ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ സമരത്തിൽ എല്ലാവരും നിന്നുകൊണ്ടാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തതെന്ന് എന്നോട് പറയും. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തീരുമാനിച്ചിട്ടാണ് കരം സ്വീകരിക്കാൻ തുടങ്ങിയത്. ഈ ഭൂമി കരം സ്വീകരിക്കാൻ നിങ്ങൾ തോന്നുന്നു അതേക്കുറിച്ചൊന്ന് പഠിക്കണം. അന്ന് ആ നേതാക്കൾ വന്നുകൊണ്ടാണ് കരം സ്വീകരിക്കാനുള്ള ഉത്തരവുണ്ടാവുന്നതും അന്ന് മുതലാണ് കരം പറഞ്ഞത്. അതുവരെ ഫറൂഖ് കോളേജിന്റെ അല്ല സാർ, തെറ്റാണത്. വാക്കാൽ സ്വീകരിക്കാനുള്ള ഇത് മാത്രമാണ് കൊടുത്തത്. പക്ഷെ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നപ്പോൾ അതിൽ എഴുതിയിരുന്നത് സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു. അല്ല, പറയട്ടെ, അന്ന് ഏത് രൂപത്തിലാണ് അവരവിടെ വന്നു എന്നുള്ളത് ജോർജ് ഫെർണാണ്ടസ് അടക്കം ആ സമരവേദിയിൽ വന്നു. അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ് അടക്കം മുനമ്പത്ത് വന്നു. ദീർഘകാലം അവിടുത്തെ 1-2 വാർഡില് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരാണ് സ്ഥിരമായി. അതിന്റെ കാരണം ഈ സമരത്തിൽ ഇടപെട്ടത് കൊണ്ടും ജോർജ് ഫെർണാണ്ടസ് വന്നു. അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇവർക്ക് കരം വാങ്ങാനുള്ള ഉത്തരവ് അന്ന് കൊടുത്തു. അത് വാക്കാലാവട്ടെ അല്ലാതാവട്ടെ ഇടപെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് തൊട്ട്. അപ്പൊ അതിൽ ആരെങ്കിലും ഫറൂഖ് കോളേജിനോട് വാങ്ങിയിട്ടുമില്ല, എന്നാൽ അവരവിടെ ജീവിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കട്ടെ. അവർ കുടിയിരിപ്പോ അവരവിടെ സ്ഥിര താമസം എന്ത് പേരിലായാലും മത്സ്യത്തൊഴിലാളിയുടെ അവസാനത്തെ ആൾക്കും ഫറൂഖ് കോളേജിനോട് അവർ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പണ്ട് മുന്നേ താമസിച്ച് വരുന്ന കുടികിടപ്പുള്ള ആളുകൾ ഫറൂഖ് കോളേജിനോട് വില കൊടുത്ത് വാങ്ങി എന്നുള്ള സാഹചര്യത്തിനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ ഫറൂഖ് കോളേജ് അങ്ങനെ പറയട്ടെ, ഫറൂഖ് കോളേജ് വിലക്ക് വിൽക്കുന്ന സാഹചര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കട്ടെ. ആരെങ്കിലും അവർ കുടിയിരുത്തിയവരാവട്ടെ, കരമരച്ച് അവിടെ താമസം ആരും ആവട്ടെ, മത്സ്യത്തൊഴിലാളി ആ ഭൂമിയിൽ ഫറൂഖ് കോളേജിനോട് രജിസ്റ്റർ ചെയ്ത് വാങ്ങാതെ ജീവിക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ പുറത്താക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പാടില്ല, അവരെ അവിടെ നിർത്തണം. അവർക്ക് ഭൂമി ശാശ്വതമായി താമസിക്കാനുള്ള ഭൂമി കൊടുക്കണം. ഒരാളും എതിരല്ല. ഇവിടെ ചില ആളുകളുടെ ആവശ്യം എന്താണ്? മുസ്ലിങ്ങളായ കുറെ ആളുകൾ ഇതിനെതിരാണ്, ഇടതുപക്ഷം ഇതിനെതിരാണ്, UDF-കാരെതിരാണ്, BJP മാത്രമേ ഇതിന് അനുകൂലമുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ഈ സംസാരിക്കുന്ന എന്നെയും ഈ ഇവിടുത്തെ കുടിയേറ്റക്കാർക്കെതിരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. നാട്ടിലുള്ള എല്ലാ മറ്റു രാഷ്ട്രീയക്കാരും ഈ പാവങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുക. അത് നടക്കാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ അവരെ കൂടെ തന്നെയാണ്. ഞങ്ങളൊക്കെ അവരെ കൂടെ തന്നെയാണ്. ഒരു ഐക്യദാർഢ്യവും ഇതുവരെ കണ്ടില്ല.